കാമുകിയെ കൊന്ന് ഇരുമ്പു പെട്ടിയിലിട്ട് കത്തിച്ചു, ചാരമാക്കി പുഴയിലൊഴുക്കാൻ ശ്രമം നടത്തി. ഈ ക്രൂരകൃത്യം പുറം ലോകമറിഞ്ഞത് വളരെ അവിചാരിതമായി. ഉത്തർപ്രദേശിലെ ഝാൻസിയിലാണ് സംഭവം. മുൻ റെയിൽവേ ഉദ്യോഗസ്ഥനാണ് ഈ കേസിലെ പ്രതി. പേര് രാം സിംഗ് പരിഹാർ. പ്രീതി എന്നു പേരുള്ള യുവതിയാണ് ഈ രാം സിംഗ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത്. 2 ഭാര്യമാരുള്ള രാം സിംഗ് പരിഹാറിന്റെ 3ാമത്തെ ബന്ധമായിരുന്നു ഈ സ്ത്രീ. ജനുവരി 8-ാം തീയതിയായിരുന്നു ഈ കൊലപാതകം. പ്രീതിയെ കൊലപ്പെടുത്തിയ ശേഷം ഒരു ടാർപോളിൻ കൊണ്ട് പൊതിയുകയാണ്. എന്നിട്ട് ആ മൃതദേഹം ഒരു വലിയ പെട്ടിയിൽ, അതായത് ഒരു വലിയ ലോഹപ്പെട്ടിയിൽ അതിലിട്ട് കത്തിച്ചു, വിറകുകൾ ചേർത്ത്. ചാരമുൾപ്പെടെയുള്ള മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ പുഴയിലേക്ക് തള്ളാനായി 2ാം ഭാര്യയിലുള്ള മകനെയും കൂട്ടി ഒരു വാഹനം വാടകയ്ക്കെടുത്തു ഇയാൾ. ഈ വാഹനത്തിന്റെ ഡ്രൈവർക്ക് തോന്നിയ സംശയം, അതാണ് രാം സിംഗ് പരിഹാറിനെ കുടുക്കിയത്. ഈ ഡ്രൈവർ പോലീസിൽ വിവരമറിയിച്ചു. അങ്ങനെ സ്ഥലത്തെത്തിയ പോലീസ് പെട്ടി തുറന്ന് പരിശോധിച്ചപ്പോൾ അതിൽ മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ, മറ്റ് ശരീരാവശിഷ്ടങ്ങൾ, കത്തിച്ചിട്ടും തീരാത്ത ചില കഷ്ണങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അതാണ് നിർണായകമായത്. ആ ഡ്രൈവർ പറയുന്നത് കേൾക്കാം. एक लड़का था मोहल्ले का ही, तो वो हमें 400 रुपए में 500 रुपए में गाड़ी बुक करके ले गया और वहाँ से एक बक्सा उठा के लाया. तो उसमें कुछ ऐसी चीज है, हमने उससे वहीं कहा कि हम नहीं ले जा रहे, लेकिन उसने ले चलो, तो हम लेके आ गए. फिर हमें शंका हुई तो हमने आप लोगों को बुलाया. तो बस बक्से में कुछ हमें ऐसा डाउट लगा कि उसमें कुछ वो हड्डियां हैं किसी की, उसमें मर्डर लग रहा था हमें. ആദ്യ ഭാര്യ ഝാൻസിയിലെ സിപ്രി ബസാറിലാണ് താമസിക്കുന്നത്. 2ാമത്തെ ഭാര്യ ഗീത എന്നാണ് പേര്. അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. ഈ കൊലപാതകം ഉൾപ്പെടെ കോട്ട്വാലി എന്നുള്ള പ്രദേശത്താണ് ഈ ഗീതയുടെ താമസം. ഗീതയിലുള്ള മകനെയും കുറച്ച് സഹായികളെയും കൂട്ടിയാണ് ഇയാൾ ഈ വലിയൊരു പെട്ടി വണ്ടിയിൽ കയറ്റുന്നത്. ആളുകളുടെ പരിഭ്രമം കണ്ടാണ് കൂടെ എത്തിയ ആളുകൾക്ക് കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ സംശയകരമായി തോന്നിയ സാഹചര്യത്തിൽ ഡ്രൈവർക്ക് പെട്ടെന്ന് കാര്യം മണക്കുകയാണ്. അങ്ങനെയാണ് ഡ്രൈവർ പോലീസിനെ വിളിക്കുന്നത്. എന്തായാലും പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ വാക്കുകൾ. പലതവണയായി ഈ മരിച്ച പ്രീതി, കൊല്ലപ്പെട്ട പ്രീതി വലിയ തുക ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇതിനോടകം തന്നെ ലക്ഷങ്ങൾ അവൾ കൈപ്പറ്റിയെന്നും രാം സിംഗ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. കുറച്ചു ദിവസമായി വിറക് കഷ്ണങ്ങൾ ഇയാൾ ശേഖരിച്ചിരുന്നുവെന്ന് നാട്ടുകാരും ശ്രദ്ധിച്ചിരുന്നു. എന്തിനാണ് ഇത്രയും വിറക് കഷ്ണങ്ങൾ എന്നുള്ളതായിരുന്നു ആ നാട്ടുകാരുടെയും സംശയം. മാത്രമല്ല, വല്ലാത്തൊരു ഗന്ധം നാട്ടുകാർക്ക് അനുഭവപ്പെട്ടിരുന്നു ആ വീട്ടിൽ നിന്ന്. പക്ഷേ ഇത് ശൈത്യകാലമാണല്ലോ, നമുക്കറിയാം. ഉത്തരേന്ത്യയിൽ അവിടെ വലിയ തണുപ്പായതിനാൽ ഈ തീ കായാൻ വിറക് കത്തിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ കത്തിക്കുന്ന എന്താണ് എന്നുള്ള ഒരു തോന്നലായിരുന്നു അവർ. പക്ഷേ ആ തീ കായുമ്പോൾ ആ വലിയ പെട്ടിക്കടിയിൽ ഒരു സ്ത്രീ ശരീരം കത്തി അമരുന്നുണ്ട് എന്ന് നാട്ടുകാരറിയാൻ വൈകിപ്പോയി. എന്നാണെങ്കിലും ഒരു ഡ്രൈവർ കാണിച്ച ജാഗ്രതയാണ് ഒരു ക്രിമിനലിനെ ഒടുവിൽ അഴിക്കുള്ളിലാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.